ഒരു നീണ്ട ഇടവേള കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തുകയാണ്. നമ്മുടെ ആപ്പിനും നമ്മുടെ ഫോണിനൊക്കെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റി. അപ്പം ഇനി വീഡിയോകൾ തുടർച്ചയായി ഇടാനാണ് നമ്മുടെ പ്ലാന്. വേറെ പ്രശ്നങ്ങളൊന്നും ഇനിയിപ്പോൾ ഇല്ല. ഇനി അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കും. ഇപ്പോൾ ആണെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ഫോട്ടോസൊക്കെ നമ്മൾ കൂടുതൽ വെറൈറ്റി ഫോട്ടോസുകൾ ആ ഇടുന്ന കണ്ടൻറ്റിനനുസരിച്ചുള്ളതൊക്കെ നമ്മൾ ഉൾപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓട്ടൊക്കെ വിളിച്ചു ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പം നമ്മൾ 500 സബ്സ്ക്രൈബേഴ്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. 500 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴേക്കും നമ്മുടെ ലോഗൊക്കെ മാറ്റുന്നതായിരിക്കും. ഒരു വെറൈറ്റി ടൈപ്പ് ഒരു കിണ്ണം കാഴ്ച സാധനമായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ത്യൻ ഫുട്ബോൾ അപ്ഡേറ്റിലേക്ക് കിടക്കാം. ആദ്യമായി നോക്കാൻ പോകുന്നത് വേൾഡ് കപ്പ് ക്വാളിഫയർ റൗണ്ട് മത്സരങ്ങളാണ്. ഇന്ത്യയുടെ മത്സരങ്ങൾ അവസാനിക്കാൻ പോവുകയാണ്. ഇന്ന് ഇന്ത്യ ഖത്തറിനെ നേരിടാൻ പോവുകയാണ്. രാത്രി ഇന്ത്യൻ സമയം 9:30 ഇന്നത്തെ മത്സരം നടക്കാൻ പോകുന്നത്. ക്ഷമിക്കണം, രാത്രി 9:30 9:15 PM ഇന്ത്യൻ സമയമാണ്. ഖത്തറിൽ വെച്ചാണ് മത്സരം നടക്കുന്നത്. സെക്കൻഡ് റൗണ്ട് ഗ്രൂപ്പ് എയിലെ ഇന്ത്യയുടെ അവസാന മത്സരമാണ്, ഖത്തറിൻ്റെ അവസാന മത്സരമാണെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ അതേ സമയത്ത് തന്നെ കുവൈത്ത് അഫ്ഗാനിസ്ഥാനെ നേരിടുന്നുണ്ട്. ഇതേ ഗ്രൂപ്പിലുള്ള ടീമുകളാണ്. അവരുടെയും അവസാന മത്സരമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിലെടുത്തു പറയേണ്ട കാര്യം, ഇന്ത്യക്ക് ഇന്നൊരു വിജയം കൈവരിക്കാൻ സാധിച്ചാലും താഴെ കിടക്കുന്ന അഫ്ഗാനിസ്ഥാൻ്റെയും കുവൈത്തിൻ്റെയും മത്സരത്തിൻ്റെ ഫലം പോലെ ഇരിക്കും മൂന്നാം റൗണ്ടിലേക്ക് ഇന്ത്യയുടെ പ്രവേശനം സാധ്യമാകണമെങ്കിൽ. അതിന് കാരണം നമുക്ക് വിശദീകരിച്ച് ഞാൻ പറഞ്ഞു തരാം. ഇതിനകത്ത് പരിശോധിക്കുകയാണെങ്കിൽ സെക്കൻഡ് റൗണ്ടിലെ എ ഗ്രൂപ്പിൽ ഖത്തർ എന്തായാലും തേർഡ് റൗണ്ടിലേക്ക് ക്വാളിഫയർ ആവും. അതിലൊരു സംശയമില്ല. 13 പോയിൻ്റ് ഉണ്ട്. അത് ഇനി മറികടക്കാൻ മറ്റു ടീമുകൾ സാധിക്കില്ല. ഇന്ത്യയുടെ കാര്യം സംശയം തന്നെയാണ്. കാരണം ഇന്ത്യക്ക് 5 പോയിൻ്റാണ്, തൊട്ട് താഴെയുള്ള അഫ്ഗാനിസ്ഥാൻ 5 പോയിൻ്റാണ്, അതിൽ താഴെയുള്ള കുവൈത്തിന് 4 പോയിൻറ്റുമാണ്. ഇതിലെടുത്ത് പറയേണ്ടത് അഫ്ഗാനിസ്ഥാൻ്റെ കാര്യമാണ്. വിജയിക്കാൻ സാധിച്ച 2ാം സ്ഥാനത്തേക്ക് എത്താം, റൗണ്ട് 3ലേക്ക് ക്വാളിഫൈ ചെയ്യാം. അതല്ലെങ്കിൽ ഇന്നൊരു ഇന്ത്യക്ക് സമനിലയും അഫ്ഗാനിസ്ഥാന് വിജയവുമാണെങ്കിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല, അവർക്ക് ക്വാളിഫൈ നേടാം. അതുപോലെ തന്നെ കുവൈത്തിൻ്റെ കാര്യത്തിലേക്കാണ് ഇന്ത്യക്ക് സമനിലയും കുവൈത്തിന് വിജയവുമാണെങ്കിൽ 2ാം സ്ഥാനത്തേക്ക് കുവൈത്ത് എത്തും. അങ്ങനൊരു മറ്റ് ടീമുകളെ ആശ്രയിച്ച് 3ാം റൗണ്ടിലേക്ക് കയറേണ്ട ഒരു അവസ്ഥയാണ് ഇന്ത്യക്കുള്ളത്. അങ്ങനെ കയറാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഇരു ടീമുകളുടെ മത്സരത്തിൽ ഇരു ടീമുകൾക്കും സമനിലയും ഇന്ത്യക്കും ഒരു സമനില തന്നെയാണെങ്കിൽ ഗോൾ ഡിഫറൻസിൻ്റെ ബലത്തിൽ ഇന്ത്യ 3ാം റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യുന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം തൊട്ട് താഴെയുള്ള അഫ്ഗാനിസ്ഥാനും സെയിം പോയിൻ്റ് തന്നെ വരും സമനിലയാകുമ്പോൾ, ഇന്ത്യക്കും അഫ്ഗാനിസ്ഥാനും വരുമ്പം. ആ ഘട്ടത്തിൽ ഗോൾ ഡിഫറൻസ് നോക്കുന്ന സമയത്ത് അഫ്ഗാനിസ്ഥാന് -10ഉം ഇന്ത്യക്ക് -3ഉമാണ്. അതുകൊണ്ട് ഒരു സംശയവുമില്ല, അങ്ങനെ വരുമ്പോൾ ഇന്ത്യ 3ാം റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യും. ഇതുകൊണ്ട് തന്നെയാണ് മറ്റ് ടീമുകളെ ആശ്രയിക്കുന്നു എന്ന കാര്യം നമ്മൾ പറഞ്ഞത്. ഏതായാലും ഇന്ത്യക്ക് വേൾഡ് കപ്പ് കളിക്കാനാകുമോ ഇല്ലയോ എന്നത് ഇന്നത്തെ മത്സരത്തോടു കൂടി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇന്ന് രണ്ട് മത്സരങ്ങൾ നടക്കുന്നുണ്ട്. ഖത്തർ ഇന്ത്യ മത്സരം 9:15 അതുപോലെ തന്നെ കുവൈത്ത് അഫ്ഗാനിസ്ഥാൻ മത്സരം 9:15 ഇന്ത്യൻ സമയം തന്നെയാണ് നടക്കാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം ആര് 3ാം റൗണ്ടിലേക്ക് പ്രവേശിക്കും, 2ാം സ്ഥാനം ഉറപ്പിച്ചുകൊണ്ട് എന്നാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. മറ്റേ ദിവസം കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഇടുക. താങ്ക് യു.